നമ്മുടെ മഖേറ ഗോസ്പൽ ടീം അതിൻ്റെ ഒരു ഭാഗമായിരിക്കും ദൈവം എനിക്ക് നൽകിയ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. വളരെ മനോഹരമായിട്ട് നിങ്ങൾ ഗാനങ്ങളൊക്കെ ആലോചിച്ചു. അതിന് ദൈവത്തിന് മഹത്വം. ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ വളരെ സാധാരണക്കാർ അവർക്ക് ലഭിക്കുന്ന സമയം ക്രിസ്തുവിന് വേണ്ടി നൽകുന്നു. അതാണ് മഖേറ ഗോസ്പൽ ടീം എനിക്ക് മനസ്സിലായത്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും, നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം. അതുപോലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു മെസ്സേജ് എനിക്ക് വന്നത്. ഇന്നലെയാണ് ഈ ഒരു മെസ്സേജിനെ പറ്റി പ്രിയ ഗോഡ്വിൻ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്നത് എടുത്തു. കുറേ കഴിഞ്ഞിട്ട് ആലോചിച്ച് എടുക്കണ്ടായിരുന്നു എന്ന്. അതിൻ്റെ റീസണൊന്നും എനിക്ക് പെട്ടെന്നൊരു ജലദോഷമായി. എനിക്ക് ഈ ജലദോഷം വന്ന ഇച്ചിരി ഡോക്ടറാണെങ്കിലും നല്ല ക്ഷീണമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എടുക്കണ്ടായിരുന്നു. പക്ഷെ രാത്രി പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് നാളെ കിടപ്പായാലും കുഴപ്പമില്ല, ഇന്ന് ഇതിനു മുന്നേ കിടപ്പായാലും കുഴപ്പമില്ല, ഈ ഒരു സമയം എന്നെ നിർത്തണമെന്ന്. ദൈവം നിർത്തുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇത്രയും കൂട്ടത്തെയും പ്രതീക്ഷിച്ചില്ല, സത്യം പറയാമല്ലോ. ഞാനൊരു ഭവനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി വളരെ കുറച്ചൊരു കൂട്ടവും പിന്നെ ഞങ്ങളുടെ സഭയിലുള്ള കുറച്ച് പേരും. അപ്പോൾ ഞാൻ കരുതി ഒരു ശമരിയ സ്ത്രീക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ എന്നെ കർത്താവ് അയക്കുന്നത്. അതിനായാലും ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാണ് കാറിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വരുന്നത്. കൊല്ലത്തായിരുന്നു ഇന്നലെ. അപ്പോൾ അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഓക്കെ. സോ ദൈവത്തിന് എല്ലാ മഹത്വവും. കണ്ണുകളടയ്ക്കും. യേശുവിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ കൽപ്പനകളൊക്കെ ഇച്ചിരി കഠിനമായിട്ട് തോന്നിയപ്പോൾ യേശുവിനെ വിട്ട് കുറേ ആൾക്കാർ പോവുകയുണ്ടായി. അപ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്കും പൊയ്ക്കൂടായിരുന്നോ എന്ന്. അപ്പോൾ അവർ യേശുവിനോട് പറയുക, പത്രോസ് പറയുക, കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകുമപ്പാ? നിത്യജീവന്റെ വചനം നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. നിത്യജീവന്റെ വചനം നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ എന്ന്. അതേ നിത്യജീവന്റെ വചനം ദാഹിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കാം. കർത്താവ് നിങ്ങളെ നിറയ്ക്കുന്ന ഒരു ദിവസമായി തീരും ഈ ദിവസം. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നപ്പ. ഇന്ന് അവിടെ നിന്ന് നൽകിയ വചനത്തിനായിട്ട് ഞാൻ അങ്ങേക്ക് മഹത്വം കരുതിയിട്ടുള്ളപ്പ. ദൈവമേ, അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നു കർത്താവേ. എൻ്റെ നാവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട്, ഈ മക്കളോടും എന്നോടും ഒരുപോലെ സംസാരിക്കണമേ. അതുപോലെ ജീവിക്കുവാൻ ഉള്ളൊരു കൃപയും പരിശുദ്ധാത്മ ശക്തിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കും. ദേശത്തിൻ്റെ ഒരു തലക്കെട്ട് പറയുകയാണെങ്കിൽ, എന്നിൽ വസിക്കുക, അബൈഡ് ഇൻ മീ. എൻ്റെ സ്നേഹത്തിൽ വസിക്കുക, അബൈഡ് ഇൻ മൈ ലവ്. യേശു പറയുക, എന്നിൽ വസിക്കുക, എൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്ന്. നാം വായിച്ചു കേട്ട യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വചനത്തിൽ നിന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. എന്നിൽ വസിക്കുക, അബൈഡ് ഇൻ മീ. യോഹന്നാൻ സ്നാപകൻ
യോഹന്നാൻ സ്നാപകൻ തൻ്റെ 2 ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും മനസ്സിലായ ചിത്രം ഒന്നെടുത്തേ. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ യേശു ഇതാ നടന്നു പോവുകയാണ്. യേശു നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ശിഷ്യന്മാരോട് പറയുക, ദേ നോക്കിയേ, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. അത് കേട്ട ഉടനെ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തെന്നറിയോ? യേശുവിനെ അനുഗമിക്കുകയാണ്. യേശുവിനെ അനുഗമിക്കുമ്പോൾ അവർ യേശുവിൻ്റെ പുറകെ ഇങ്ങനെ പോകുകയാണ്. പെട്ടെന്ന് യേശു നിന്നു. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാ എൻ്റെ പുറകിൽ? പെട്ടെന്ന് 2 പേർ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരാ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ആ 2 ശിഷ്യന്മാർ ഇപ്രകാരമാണ് പറയുന്നത്, കർത്താവേ നീ എവിടെയാ പാർക്കുന്നത്? കർത്താവേ നീ എവിടെയാ പാർക്കുന്നതെന്ന്. അപ്പോൾ യേശു പറയുക, വന്ന് കാണുക, വന്ന് കാണുക. അപ്പോൾ അവരെ യേശുവിനെ പിന്തുടർന്ന് ചെല്ലുന്നു. അവർ ചെന്ന് കണ്ടു എന്ന് മാത്രമല്ല, അവർ യേശുവിനോടൊപ്പം പാർത്തു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. അതെ, നമ്മോടൊപ്പം പാർക്കുവാൻ, നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മോടൊപ്പം വസിക്കുവാൻ, നാം അവനിൽ വസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം, അതത്രേ നമ്മുടെ യേശു കർത്താവ്. എന്താണ്? ഒന്ന് അവൻ്റെ പാർപ്പിടം കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ കർത്താവിനോട് കൂടെ അന്നത്തെ ദിവസം മുഴുവൻ പാർക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. എന്താ അതിനുള്ള കാരണം എന്ന് പറയുന്നത്? അവരുടെ ഉള്ളിലുള്ള ഒരു ബാണിങ് ഡിസയർ, അവരുടെ ഉള്ളിലുള്ള ഒരു കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാഗ്രഹം, അതേ ഒരു കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആഗ്രഹത്തോടു കൂടെ ഇവിടെ ആയിരിക്കുക. യേശുവേ, എനിക്കൊരു കാർ വേണമെന്നോ, എനിക്കൊരു വീട് വേണമെന്നോ, എനിക്ക് രോഗസൗഖ്യം വേണമെന്നോ, എനിക്ക് അത്ഭുതങ്ങൾ കാണണമെന്നോ, എനിക്ക് അടയാളങ്ങൾ കാണണമെന്നോ എന്നൊന്നുമല്ല. എനിക്ക് യേശുവേ, എനിക്ക് നിന്നെ വേണം എന്നൊരു ബാനിങ് പാഷൻ, ഒരു ബേണിംഗ് ഡിസയർ, ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹത്തോടു കൂടെ ഇരുന്ന് കർത്താവിൻ്റെ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഒരു ദിവസമായിട്ട് മാറ്റപ്പെടും. നോക്കുക, ഇതുപോലെ ഒരാളിനെ കർത്താവ് അങ്ങോട്ട് വിളിക്കുന്നല്ലോ. അത് ആരെയാണെന്ന് പറയാമോ? ഇതുപോലെ ഒരാൾ കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ കർത്താവ് ആരെയാ? നിങ്ങളെല്ലാം ഒച്ചത്തിൽ പറയും, സക്കായി അല്ലേ? അത് യേശു കർത്താവ് ഇങ്ങനെ ഒരു സമൂഹത്തിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ യേശു ഒത്തിരി ആൾക്കാരുണ്ട്, കൂടെ ഒത്തിരി ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാം നല്ല പൊക്കമാണ്. പക്ഷേ സക്കായി എന്ന വ്യക്തിക്ക് ഇച്ചിരി പൊക്കം കുറവാണ്. പക്ഷേ ആ സക്കായിക്ക് ഒരൊറ്റ ആഗ്രഹം, എനിക്കെൻ്റെ കർത്താവിനെ കാണണം. ഒരു പാട്ടുണ്ടല്ലേ, എനിക്കെൻ്റെ യേശുവിനെ കണ്ടിടണം. അതുപോലെ സക്കായിക്ക് എന്താ ആഗ്രഹം? എനിക്കെൻ്റെ യേശുവിനെ കാണണമെന്ന്. നിങ്ങൾ അതേ ആഗ്രഹത്തോടു കൂടെ ആയിരിക്കും എനിക്കെൻ്റെ യേശുവിനെ കാണണമെന്ന്. പക്ഷേ സയൻറ്റിഫിക്കലി പോസിബിൾ അല്ല. എന്താ കാര്യം? പൊക്കമില്ല അല്ലേ? അപ്പോൾ എല്ലാവരുടെ ഒന്നാമത് ഭയങ്കര ജനക്കൂട്ടമാണ്. ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ എങ്ങനെയാ യേശുവിനെ കാണുക? അപ്പോൾ സക്കായി എന്ത് ചെയ്യുന്നു? അവിടെ പറയുന്നുണ്ട്, സക്കായി ഈ ജനത്തിന്റെ മുന്നേ ഓടി ഒരു കാട്ടത്തിയുടെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ ഇരിക്കുക, യേശു വരുന്നത് വെയിറ്റ് ചെയ്ത്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കാം എന്ന രീതിയിൽ. അപ്പോൾ കാട്ടത്തിയുടെ മുകളിൽ സക്കായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. യേശു അവിടേക്ക് എത്തി ഉടനെ തന്നെ വിളിക്കുക, സക്കായേ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ കൂടെ പാർക്കേണ്ടുന്നതാകുന്നു. അതേ, നമ്മോട് കൂടെ പാർക്കുവാൻ, നമ്മിൽ വസിക്കുവാൻ, നമ്മൾ അവനിൽ വസിക്കുവാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വന്നു. നമ്മുടെ വിഷയം ഇതാണ്, എന്നിൽ വസിക്കുക, അബൈഡ് ഇൻ മീ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ യോഹന്നാൻ 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനത്തിൽ ഇപ്രകാരം കാണുന്നു, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന്. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 9-ൽ ഇപ്രകാരം കാണുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ, അബൈഡ് ഇൻ മൈ ലവ്, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. പറയുന്നത് യേശുവാണ് കേട്ടോ. അപ്പോൾ യേശു പറയുന്നത് ക്ലിയർ ആണല്ലേ, എന്നിൽ വസിക്കുവിൻ. അപ്പോൾ നമ്മളെല്ലാവരും ആരിൽ വസിക്കേണ്ടിയിരിക്കുന്നു? യേശുവിൽ വസിക്കുക. അത്രയും ക്ലിയർ ആണല്ലോ, എന്നിൽ വസിക്കുവിൻ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു മറുത്ത് ഒരു ചോദ്യമോ പ്രശ്നം ഒന്നുമില്ല. യേശു പറഞ്ഞു എന്നിൽ വസിക്കുവിൻ. അപ്പോൾ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. എന്തിനാണ് ബാധ്യസ്ഥർ? യേശുവിൽ വസിക്കുവാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് യേശുവിൽ വസിക്കുന്നെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്? ആദ്യമായി നാം ചിന്തിച്ചു,
നമ്മുടെ പ്രധാന തലക്കെട്ട് എന്തായിരുന്നു? എന്നിൽ വസിക്കുവിൻ. അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഇതാണ്, എന്താണ് നമ്മൾ യേശുവിൽ വസിച്ചാൽ നമുക്ക് ലഭിക്കുന്നത്. മൂന്നാമത് നമ്മൾ ചിന്തിക്കും എങ്ങനെയാണ് യേശുവിൽ വസിക്കേണ്ടുന്നത് എന്ന്. അപ്പോൾ രണ്ടാമത്തെ ആ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് യേശുവിൽ വസിച്ചാൽ നമുക്ക് ലഭിക്കുന്നത്? ഒന്നാമതായിട്ട്, നിങ്ങൾ എത്ര പേര് പരസ്പരം സ്നേഹിക്കാറുണ്ട്? സ്നേഹിക്കുന്ന എല്ലാവരും ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞോളൂ. അപ്പൊ എല്ലാവരും പരസ്പരം എന്ത് ചെയ്യാറുണ്ട്? സ്നേഹിക്കാറുണ്ട്. എന്നാൽ ചിലർ സ്നേഹിക്കാറില്ല, ചിലർക്ക് സ്നേഹം ലഭിക്കാറില്ല. ചില കുടുംബങ്ങൾ തന്നെ എടുത്താൽ ഒത്തിരി വർഷങ്ങളായിട്ട് ഒരു പക്ഷെ പരസ്പരം മിണ്ടിയിട്ടുള്ള കുടുംബങ്ങൾ കാണും. ഭാര്യ ഭർത്താവ് തമ്മിൽ, അല്ലെങ്കിൽ മക്കൾ പേരൻസ് തമ്മിൽ, അല്ലെങ്കിൽ പേരൻസും മക്കളും പരസ്പരമൊക്കെ സംസാരിച്ചിട്ട് അതുപോലെ ഒന്ന് സ്നേഹം പങ്കിട്ടിട്ടും ഒത്തിരി വർഷങ്ങളാകുന്ന കുടുംബങ്ങൾ ഒരുപക്ഷെ കാണാം, അല്ലേ? സ്നേഹം ഇല്ലാത്ത, അല്ലെങ്കിൽ സ്നേഹത്തിനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി വ്യക്തികൾ കാണാം. രണ്ടാമതായിട്ട്, നിങ്ങൾ എത്ര പേർ സമാധാനം കൊതിക്കുന്നുണ്ട്? ചിലർക്കൊക്കെ ലൈഫിൽ ഒരു സമാധാനമില്ല. എത്ര നമ്മൾ നേടിയാലും, എന്തൊക്കെ നേടിയാലും, എത്ര ഡിഗ്രികൾ നേടിയാലും, എത്ര പണം സമ്പാദിച്ചാലും, എന്തൊക്കെ നമ്മളിനി വീടുകൾ കെട്ടിപ്പൊക്കിയാലും, എത്ര വലിയ കാർ മേടിച്ചാലും, എത്ര ചെറിയ കാർ മേടിച്ചാലും, എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ സമാധാനം എന്നൊരു സാധനം ഇല്ല. അങ്ങനെയുള്ള ഒരു കൂട്ടം വ്യക്തികൾ. അതുപോലെ തന്നെ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊരാളിനോട് ക്ഷമിക്കുവാനായിട്ട് പറ്റുന്നില്ല. കർത്താവ് ക്ലിയർ ആയിട്ട് പറഞ്ഞു, നീ ക്ഷമിക്കണമെന്ന്, അല്ലേ? ക്ഷമിക്കണം, 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല, അല്ലേ? അതുപോലെ എനിക്ക് ദൈവത്തോട് വിശ്വസ്തനായിരിക്കാനായിട്ട് കഴിയുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണോ അവർ പരസ്പരം വിശ്വസ്തരായിരിക്കുന്നത്, അതുപോലെ അതിലും ഉപരി നാം കർത്താവിന് വിശ്വസ്തരായിരിക്കേണ്ടുന്നതായിട്ടുണ്ട്, ഇല്ലേ? വാസ്തവമല്ലേ? നാം കർത്താവിന് വിശ്വസ്തരായിരിക്കേണ്ടുന്നതായിട്ടുണ്ട്. കാരണം കർത്താവിൻ്റെ മണവാട്ടിയാണ് നാം, സഭ, അല്ലേ? കർത്താവിൻ്റെ മണവാട്ടിയാണ് നാം. ആ മണവാട്ടിയായിട്ടുള്ള നാം കർത്താവിന് വിശ്വസ്തരായിരിക്കണം. പക്ഷെ അതിന് നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും പല പ്രലോഭനങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീണു പോകുന്നു. പ്രലോഭനങ്ങൾ പോലും ഇല്ലാതെ നാം പെട്ടെന്ന് ചാടി അതിലേക്ക് വീണു പോകുന്നു, അല്ലേ? നമുക്ക് വിശ്വസ്തരാകുവാനായിട്ട് പറ്റുന്നില്ല. യുവാക്കളെ, ഇന്ദ്രിയ ജയമില്ല, അല്ലേ? ലസ്റ്റ്, കാമം, ഇതെല്ലാം കൂടി വരുന്ന ഒരു തലമുറ. ഇന്ദ്രിയ ജയമില്ല. നമ്മുടെ ശരീരത്തെയോ നമ്മുടെ മനസ്സിനെയോ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മളിൽ പലരും പുറത്ത് കാണിക്കാതെയും, അല്ലേ, രഹസ്യമായിട്ടായാലും ഇങ്ങനെ പല പ്രശ്നങ്ങൾക്ക് അടിമകളായിരിക്കാം, പല പാപങ്ങളാൽ കെട്ടപ്പെട്ടവരായിരിക്കാം. അങ്ങനെ എങ്കിൽ ഇവിടെ വചനം പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:5 ഇപ്രകാരം പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കുന്നു. അപ്പോൾ ഫലം കായ്ക്കാൻ നാം ക്രിസ്തുവിൽ വസിക്കണം. ഒന്നാമതായിട്ട് അവിടെ നമ്മൾ യേശുവിൽ വസിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുന്ന ഒന്നാണ് ഫലങ്ങൾ. എന്താ ഫലങ്ങൾ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22 നമ്മൾ ഇപ്രകാരം കാണുന്നു, ആത്മാവിന്റെ ഫലങ്ങൾ കാണുന്നു. എന്തൊക്കെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ? ഒന്ന് പറഞ്ഞേ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഒന്ന് ആലോചിച്ച്, ഇതിൽ ഏതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്? ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ടോ? അവിടെയും ഒന്ന് ചിന്തിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഫലം നമ്മിൽ ഉളവാവണമെങ്കിൽ നാം യേശുവിൽ വസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാം യേശുവിൽ വസിക്കുന്നു എങ്കിൽ നാം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:16 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടുന്നതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തതല്ല, പകരം ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലേ? ഇന്ന് ഈ ഒരു മീറ്റിങ്ങിൽ ആരെങ്കിലും
അപ്രതീക്ഷിതരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അപ്രതീക്ഷിതമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരും ഈ കുടുംബക്കാരോ അല്ലെങ്കിൽ പുരോഹിതനോ അല്ലെങ്കിൽ യുവജന സംഘടനയോ ഒക്കെ ആയിരിക്കാം വിളിച്ചത്. പക്ഷെ അവർ ഒരു ഇൻസ്ട്രുമെന്റാണ്, അവർ ദൈവത്തിൻ്റെ ഉപകരണങ്ങളാണ്. നിങ്ങളെ കർത്താവാണ് ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഫലം കായ്ക്കുവാൻ. നിങ്ങൾ പോയി ഫലം കായ്ക്കുവാൻ. എന്നാൽ നമ്മിൽ ഫലങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞ സ്നേഹമുണ്ടോ, സന്തോഷമുണ്ടോ, സമാധാനമുണ്ടോ, ദയയുണ്ടോ, ദീർഘക്ഷമയുണ്ടോ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയമുണ്ടോ? ഏറ്റവും ഈ ലോകത്തിന്റെ ശാപം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഈ പാപം എന്തെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കുഷ്ഠരോഗികളായിരിക്കുന്നു നമ്മൾ എന്നതാണ്. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ആരാധനയും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കുഷ്ഠരോഗികളായിരിക്കുന്നു. പലരും കുഷ്ഠരോഗികളായിരിക്കുന്നു. എന്താണ് ഈ കുഷ്ഠരോഗം? ലെപ്രസി. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ കുഷ്ഠം ബാധിച്ച ഭാഗത്ത് നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ അറിയത്തില്ല, അവിടെ ആ സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, അനുഭവപ്പെടത്തില്ല. അപ്പോൾ അതുപോലെ പാപം ചെയ്യുന്ന വ്യക്തികൾ ഇന്ന് താൻ പാപമാണ് ചെയ്തത് എന്ന് പോലും അറിയാതെ, അത് എന്ന് പോലും തിരിച്ചറിയാതെ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരോട് കർത്താവ് പറയുകയാണ്, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. കർത്താവിൻ്റെ വരവ് അടുക്കുന്നു, മാനസാന്തരപ്പെടുക. അങ്ങനെയുള്ളവരോടുള്ള ഒരു വിളിയാണിത്. ഓ, നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനാ തിരഞ്ഞെടുത്തേ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടുന്നതിന്. നിങ്ങൾ പോയി ഒരു ദിവസം, ഇപ്പോൾ എനിക്ക് ഒത്തിരി സമ്പത്തുണ്ടെന്നിരിക്കട്ടെ, ഞാൻ ജോസിന് ഒരു ഷർട്ട് മേടിച്ചു കൊടുത്തു. അപ്പോൾ അവിടെ അങ്ങ് നിന്നു. ഞാൻ കരുതി ഞാൻ വലിയൊരു നന്മ ചെയ്തു എന്ന് കരുതി ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനല്ല പറയുന്നത്. നിങ്ങൾ പോയി ഫലം കായ്ക്കണമെന്നും നിങ്ങളുടെ ഫലം നിലനിൽക്കണമെന്നും ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളിടത്തോളം ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാതെ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല നന്മ ഫലങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഈ ചില മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് മോട്ടിവേഷനൊക്കെ അങ്ങ് കയറിയിട്ട് ഇന്നു മുതൽ ഞാൻ സ്നേഹിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നു. ഒരു ദിവസമോ 2 ദിവസമോ ആ മോട്ടിവേഷൻ നിൽക്കും. അതുകൊണ്ടാണ് ഇന്ന് യുവജനവാരം അല്ലെങ്കിൽ യുവജന ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് അറിഞ്ഞിട്ടും ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ സ്പീച്ച് എടുക്കാൻ അറിയാം. കാരണം ജീവിതത്തിൽ ഒരു മോട്ടിവേഷനും ഇല്ലായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒത്തിരി പേരുടെ മോട്ടിവേഷൻ കേൾക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ ഒത്തിരി പേര് വിളിക്കും. അപ്പോൾ അവർക്കെല്ലാം ഈ മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. അതേപോലെ ഒരു മോട്ടിവേഷൻ സ്പീച്ചൊക്കെ വന്ന് ഇവിടെ അങ്ങ് അടിച്ചു വിടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ രോമാഞ്ചകൂപമൊക്കെ എണീറ്റിരിക്കുമായിരുന്നു. പക്ഷേ അതെൻ്റെ കഴിവ്. പക്ഷെ എൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിച്ചാൽ ഞാനും ദൈവത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരനായി പോകും. കേൾക്കുന്ന നിങ്ങളെയും ഞാൻ തെറ്റായിട്ട് ഗൈഡ് ചെയ്യുകയാണ്. അതല്ല വേണ്ടത്. അതിന് പകരം ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ യുവജനങ്ങളുമായിട്ട് അല്ലെ, ഇതെല്ലാവരുമായിട്ട് ബന്ധമുള്ള ഒരു മെസ്സേജ് ദൈവം എനിക്ക് നൽകിയതും അത് ഞാൻ സ്വീകരിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ആ ഫലം കായ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൽ വസിക്കണം, യേശുവിൽ വസിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ വരും കേട്ടോ, എങ്ങനെയാണ് യേശുവിൽ വസിക്കേണ്ടത് എന്നതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് യേശുവിൽ നമ്മൾ വസിക്കുമ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നെന്ന് പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:5 B പാർട്ട് നമ്മൾ ഇപ്രകാരം കാണുന്നു: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വണ്ടർഫുൾ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു വചനമായിരുന്നു കേട്ടോ ഇത്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പം നിങ്ങൾ യേശുവിൽ വസിച്ചാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. എന്തും ചെയ്യാൻ കഴിയുമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:13 എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നല്ലേ. അപ്പൊ എന്തും ചെയ്യാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ എന്തും ചെയ്തുകൊണ്ട് അങ്ങ് ഇരിക്കാമല്ലോ എനിക്ക്. അപ്പോൾ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഒന്ന് ആലോചിച്ച്, നമ്മളിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ യേശുവിൽ വസിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്? യേശു എന്നൊരു വ്യക്തിയോട് അനുരൂപപ്പെട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അതോ നമ്മുടെ മാനുഷികമായിട്ട് നമ്മൾ ചെയ്തു പോവുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഈ ദൈവത്തിനെന്ന് പറഞ്ഞ് ചെയ്യുന്നത് പോലും പലതും ദൈവഹിതം അല്ല എന്നതാണ് വാസ്തവം. പലതും ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളായിക്കോട്ടെ, ഇന്ന് നടക്കുന്ന സാമൂഹിക സംഘർഷങ്ങളായിക്കോട്ടെ, എല്ലാം മതത്തിൻ്റെ പേരിലാണ്. ഈ മതങ്ങളെല്ലാം എന്താ ശ്രമിക്കുന്നത്? ദൈവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്.
ദൈവത്തെ പരിപാലിക്കുവാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സർവശക്തനായിട്ടുള്ള ദൈവത്തെ ആരെങ്കിലും പരിപാലിക്കേണ്ടുന്ന ആവശ്യമുണ്ടോ? ഒരു നാളും ഇല്ല. ദൈവം നമ്മെയാണ് പരിപാലിക്കേണ്ടുന്നത്. പക്ഷെ ദൈവത്തെ പരിപാലിക്കുവാനാണ് നമ്മൾ എല്ലാവരും ഓടുന്ന ജാഥകൾ, അല്ലേ, പ്രക്ഷോഭങ്ങൾ, ദൈവത്തെ പരിപാലിക്കുന്ന റാലികൾ, മഹാസംഗമങ്ങൾ. എന്തിനാ? ദൈവത്തെ പരിപാലിക്കാൻ. വിശ്വാസത്തെ കാക്കുവാനാണോ? അല്ല, ദൈവത്തിന്റെ പേരിൽ പേരെടുക്കുവാൻ. അത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ പേരിൽ ദൈവത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ എന്ന നിലയിൽ. അതുപോലെ മറ്റൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ ഇടയ്ക്കൊക്കെ നമ്മൾ ഒത്തിരി കേട്ടത്, ദൈവാലയങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. എന്താ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: സ്ത്രീകൾ പ്രവേശിച്ചാൽ ദൈവം അശുദ്ധനായി പോകും. ദൈവത്തിൻ്റെ അടുക്കലേക്ക്, വിശുദ്ധനായിട്ടുള്ള ദൈവത്തിൻ്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നാൽ എത്ര അശുദ്ധനായിക്കോട്ടെ, എത്ര കുഷ്ഠം ബാധിച്ചവനായിക്കോട്ടെ, അവൻ വിശുദ്ധനായി തീരുമെന്നാണ്. ഒരു നാളും ദൈവം അശുദ്ധനായി പോകത്തില്ല. നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ദൈവത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ്. ദൈവത്തെ പ്രൊട്ടക്റ്റ്, നമ്മൾ ദൈവത്തിന് വേണ്ടി അങ്ങ് ചെയ്യുന്നതെന്ന് കരുതി അതിൻ്റെ പീക്ക് ലെവൽ വരെ പോകും. അങ്ങനെയുള്ളവരോട് വചനം പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം, മത്തായി 7:21 മുതൽ ഇപ്രകാരം നാം കാണുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്ത് പറയും എന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു. നോക്കിയേ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നാ വിളിക്കുന്നത്. രോഗശാന്തി കൊടുത്ത വ്യക്തിയാണ്, വീര്യപ്രവൃത്തികൾ ചെയ്ത വ്യക്തിയാണ്, മരിച്ചവനെ ഉണർത്തിയ വ്യക്തിയാണ്. പക്ഷേ അവനോട് ദൈവം പറയാ, അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്നെ വിട്ടുപോകുവാൻ. എന്തുകൊണ്ടാ? അവൻ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല ചെയ്തത്, സ്വന്തം ഇഷ്ടമത്രേ ചെയ്തത്. പലപ്പോഴും ഒന്ന് സ്വയം ശോധന ചെയ്യുക. ദൈവത്തിന് എന്ന് പറഞ്ഞ് നാം ചെയ്യുന്നതെല്ലാം നമ്മുടെ പേരിൽ ഓരോന്ന് ചേർക്കുവാൻ വേണ്ടി മാത്രം ആണ്. അപ്പോൾ വചനം ഇവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ യേശുവിൽ നാം വസിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അതെന്താ നാം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നാം ദൈവഹിതം പ്രവർത്തിക്കുന്നവരായിട്ട് മാറും. എൻ്റെ MBBS പഠനം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ വിദേശത്താണ് പഠിച്ചത്. വിദേശത്ത് നമ്മൾ MBBS പൂർത്തീകരിച്ചിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മളെ കാത്തൊരു ദുരന്തം ഉണ്ട്. ആ ദുരന്തമാണ് FMG എന്ന് പറയുന്ന ഒരു എക്സാം, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം. അപ്പോൾ ഈ എക്സാം പാസ്സായാൽ മാത്രമേ നമുക്ക് നാട്ടിൽ രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ, നാട്ടിലൊരു ഡോക്ടർ എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വെറും +2 തന്നെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്നവരുടെ ശതമാനം എന്ന് പറഞ്ഞാൽ വെറും 30% താഴെയാണ്, 20 അത് ഈ വർഷമൊക്കെ 20-നും താഴെയായിരുന്നു. അപ്പോൾ ഞാൻ ഈ എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ഇതിലൊരു ഡോക്ടറിൻ്റെ സ്ട്രഗിൾ നമ്മൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് 12 to 13 മണിക്കൂറാണ് ഒരു ദിവസം ഞാൻ വീഡിയോയുടെ മുന്നിൽ ഇരിക്കേണ്ടത്. ഓൺലൈൻ ക്ലാസ് 12 to 13 മണിക്കൂർ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഇരുന്നാൽ പോരാ, ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുകയെങ്കിലും വേണം. അതുപോലെ തീരത്തിലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി ഓടിച്ചു വിടുകയെങ്കിലും വേണം. അപ്പോഴാണ് മണിക്കൂറുകൾ വീണ്ടും പോകുന്നു. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എത്ര സമയം കിട്ടുക ഉറങ്ങാനായിട്ട്? അപ്പോൾ ഇങ്ങനെ 6 മാസം. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ ദിവസത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒന്നും അല്ല. പ്രാക്ടീസ് ഇന്റേൺഷിപ്പ് പീരീഡൊക്കെ ആലോചിക്കും. അവിടെ പറയുന്ന ഉറക്കമേ ഇല്ലെന്നാണ്. അതുകൊണ്ട് പിന്നെ ഇതൊന്നും വലിയ കാര്യമല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, എന്നിരുന്നാലും ഇങ്ങനൊരു ഫേസിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ ആദ്യം ഞാൻ ഇവിടെ 4 വർഷത്തെ 3.5-4 വർഷം ഞാൻ ഇവിടെ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് 3-4 വർഷം ഞാൻ നീറ്റൊക്കെ ഇവിടെ തന്നെ ട്രൈ ചെയ്തു. അതിനൊന്നും എനിക്ക് നല്ല മാർക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുവാനുള്ള മാർക്ക് വരെയൊക്കെ എത്തി. പക്ഷെ എനിക്കിവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല. ദൈവഹിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തജിക്കിസ്ഥാനിൽ എന്തായാലും പോവേണ്ടിയിരുന്നു. അത് തന്നെയാണ് ദൈവഹിതം. അപ്പോൾ അതൊത്തിരി കഥയാണ്, ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, സോ അങ്ങനെ ഞാൻ എൻ്റെ പഠനം ആരംഭിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു FMGക്ക് വേണ്ടിയുള്ള വിദേശ നാട്ടിലെത്തി. അപ്പോൾ ഈ പഠനം ആരംഭിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്, 4 പ്രാവശ്യം ഞാൻ ഇവിടെ എഴുതി,
4 പ്രാവശ്യം. എന്നിട്ട് ഈ എക്സാം എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ടോപ്പ് മാർക്കിലൊന്നും വന്നില്ല, ഇവിടെ അഡ്മിഷൻ കിട്ടേണ്ട മാർക്കിലൊന്നും വന്നില്ല. അങ്ങനെയുള്ള എനിക്ക് ഈ എക്സാമിൻ്റെ ഒരു 100 ഇരട്ടി മുകളിലുള്ള ഒരു എക്സാം എങ്ങനെ കിട്ടും എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കാൻ ആരംഭിച്ചപ്പോൾ എനിക്ക് അടിപൊളി മാർക്കാണ്. തുടക്കത്തിലേക്ക് ഞാനങ്ങ് ടോപ്പിൽ നിന്നപ്പോഴാണ് ഞാനൊരു സ്വപ്നം കാണുക. എനിക്കൊരു മാർക്ക് കിട്ടുന്നു, 150 സംതിങ് ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതങ്ങ് എഴുതി വെച്ചു. മാർക്കൊക്കെ കണ്ടാൽ നമ്മൾ എനിക്ക് എന്തോ ഉണ്ട്, എഴുതി അങ്ങ് വെച്ചു. ഒക്ടോബറിൽ നടക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതങ്ങ് എഴുതി വെച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് ഇതല്ലല്ലോ എനിക്ക് കിട്ടേണ്ട മാർക്ക്, കുറച്ചുകൂടെ മുകളിലാണല്ലോ, ഞാൻ അമ്മാതിരി പഠിപ്പല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഇതല്ലല്ലോ, ഇത് ഇത്രയും കുറഞ്ഞ മാർക്ക്, പാസ്സാണ്, നമുക്കിത് പാസ്സായാൽ മാത്രം മതി. പക്ഷെ ഇതല്ലല്ലോ എനിക്ക് കിട്ടും, കുറച്ചുകൂടെ കൂടുതൽ കിട്ടേണ്ടതെന്നല്ലേ, ഞാൻ കിട്ടില്ലായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, നല്ല മാർക്ക്, ഭയങ്കര സന്തോഷം എനിക്ക്. പിന്നെ അങ്ങോട്ട് അതിനുശേഷം ഓരോ സ്ട്രഗിൾസ് ആയിട്ട് വരാൻ തുടങ്ങി, ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് വരാൻ തുടങ്ങി. ആ പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്ന് കുരുങ്ങിയിട്ട് അവസാനം ഞാൻ ഇങ്ങനെ നിലവിളിച്ചു, അപ്പാ എനിക്ക് ഇങ്ങനെയും ഒന്ന് പാസ്സാവും, ആ മാർക്ക് മതി എന്ന്. ഞാനങ്ങ് ഏറ്റവും ടോപ്പിൽ നിന്ന് ഞാൻ ഈ മാർക്കെങ്കിലും കിട്ടണമേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലും ഞാൻ ഏകദേശം ഈ ഒരു പാസ്, അതിന് മുകളിലുള്ള ഒരു മാർക്ക് കാണുകയാണ്. ഞാൻ അതും നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ്. അങ്ങനെ എക്സാം നല്ല ടഫായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല, റിസൾട്ട് വരട്ടെ എന്നൊരു രീതിയിലായി. അപ്പോൾ നല്ല ടഫായിരുന്നു എക്സാം. അങ്ങനെ ഇരിക്കെ എൻ്റെ സാറൊക്കെ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു അറ്റംപ്റ്റൊക്കെ വലിയ കാര്യമൊന്നുമല്ല, ഇന്ന് 2, 3, 4, 12ാമത്തെ അറ്റംപ്റ്റിൽ വരെ പാസ്സാവുന്നവരുണ്ട്. ഞാൻ അത്രയും വർഷം പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ലടാ, കുഴപ്പമില്ല, നീ പോയി വീണ്ടും ഒന്നുകൂടെ പഠിക്കാൻ. ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ണൂർ പോയി നീ പഠിക്കാൻ പറഞ്ഞു, എല്ലാ ചിലവ് നോക്കി നീ കണ്ണൂർ പോയി പഠിക്കാൻ പറഞ്ഞു. ഞാൻ അതിനൊക്കെ അങ്ങ് റെഡിയായി, മനസ്സൊക്കെ പ്രിപ്പയർ. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഒരു കാര്യമുണ്ട്, ഞാനൊരു മാർക്ക് കണ്ടിട്ടുണ്ട്, ആ മാർക്ക് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, ഞാൻ പാസ്സാവുകയാണെങ്കിൽ എനിക്ക് ആ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഞാൻ പാസ്സാവത്തില്ല, കാരണം ഞാൻ ഒരു മാർക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞു, ഈ ഒരു ഫേസ് കഴിഞ്ഞു. എക്സാമിൻ്റെ റിസൾട്ട് ഒരാഴ്ചയിൽ വന്നു. ഞാൻ ആ റിസൾട്ട് അന്ന് തുറക്കണമെന്നൊക്കെ ചിന്തിച്ചു, എന്നാലും തുറന്നില്ലെങ്കിൽ നാട്ടുകാരെല്ലാം വിളിച്ച് ചോദിക്കും, കാരണം 100 പിള്ളേർ എൻ്റെ കൂടെ ഉണ്ട്, എല്ലാവരും വിളിച്ച് ചോദിക്കും. അതുകൊണ്ട് അങ്ങ് തുറന്നപ്പോൾ ഞാൻ പാസ്സായി. അപ്പോൾ നിങ്ങൾ ഞെട്ടിയില്ല, ഞാനും ഞെട്ടിയില്ല, ഞാൻ പാസ്സായി. എനിക്ക് 300 കിട്ടിയാലും 300 എക്സാം. അപ്പോൾ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയാലും എനിക്ക് ഞെട്ടലില്ല. അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ്, ഞെട്ടലില്ല. പക്ഷെ ഞാൻ ഞെട്ടി മുട്ടുകുത്തിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനന്ന് സ്വപ്നം കണ്ട മാർക്ക് എനിക്ക് എക്സാമിൽ ലഭിച്ചു. ഞാനന്ന് സ്വപ്നം കണ്ട മാർക്ക്, അത് തുടങ്ങിയത് എപ്പോഴാണോ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പഠിച്ചതിന് ശേഷം. അതിനു മുന്നേ ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം കഴിവിൽ ആശ്രയിച്ചു ഞാൻ ടോപ്പ് നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കർത്താവ് ഇങ്ങനെ ഒന്ന് കരം പിടിച്ച് ഇങ്ങനെ എടുത്തിടുകയായിരുന്നു. എനിക്ക് അമാനുഷിക ശക്തിയൊന്നുമില്ല, ഒരു അമാനുഷിക ശക്തിയില്ല. ഞാൻ ഏത് മാർക്കാണോ കണ്ട ആ മാർക്ക് എനിക്ക് ലഭിച്ചു. ഇതൊരു വലിയ അത്ഭുതമാണ്. ലോകത്തിൽ 7 അത്ഭുതമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് 8ാമത്തെ അത്ഭുതമായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ എഴുതി വയ്ക്കാം, കാരണം എനിക്ക് അമാനുഷിക ശക്തിയൊന്നും ഇല്ല. സോ എന്നിൽ വസിപ്പിൻ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ കഴിയും, പക്ഷെ ദൈവഹിതം ചെയ്യണമെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിൽ വസിച്ചേ മതിയാകൂ. മൂന്നാമതായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:7 ഇപ്രകാരം കാണുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നോക്കിയേ, നാം അപേക്ഷിക്കുന്നത് എന്തും നമുക്ക് കിട്ടുമെന്ന്. നാം യേശുവിൽ വസിക്കുന്നു, യേശുവിൻ്റെ വചനം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നാം ചോദിക്കുന്നത് എന്തും നമുക്ക് കിട്ടുമെന്ന്. അങ്ങനെയെങ്കിൽ കൊള്ളാലോ, കാര്യം കൊള്ളാലോ. ഇതെന്താ അത്ഭുതങ്ങളൊക്കെ, നമ്മൾ ചോദിക്കുന്ന എല്ലാം നമുക്ക് ഇനി തരാൻ. അങ്ങനെ നമ്മൾ ചോദിക്കുന്ന എല്ലാം തന്നാൽ നമ്മൾ എവിടെ എത്തും അല്ലേ? അപ്പോൾ പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത്, യേശുവിൽ നമ്മൾ വസിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നതേ നാം ചോദിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടുന്ന ഓരോ വ്യക്തിക്കും ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലേക്ക് ഓരോ വ്യക്തിക്കും ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു വഴിയാത്രയുണ്ട്. ആ വഴിയാത്രയിൽ അവന് ലഭിക്കേണ്ടുന്നത് മാത്രമേ അവൻ ചോദിക്കത്തുള്ളൂ. ഞാൻ ശരിക്കും
എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ തുടങ്ങുന്നത് തജിക്കിസ്ഥാനിന് പോകുന്നതിന് തൊട്ട് മുന്നേ. അപ്പോൾ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതുമുതൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതങ്ങൾ ഞാൻ തന്നെ ദർശിച്ചത്. അങ്ങനെ ഒരു വർഷം തജിക്കിസ്ഥാനിൽ പോയിട്ട് വന്നപ്പോൾ എനിക്കൊരു ഫോണിൻ്റെ ആവശ്യം. ഞാൻ ഒരു മിറക്കിൾ മാത്രം പറയുക, ഫോണിൻ്റെ ആവശ്യം. അപ്പം നല്ലൊരു ഫോണിൻ്റെ ആവശ്യം. കാരണം തജിക്കിസ്ഥാനിൽ ഞാൻ കുറച്ച് സംരംഭങ്ങളൊക്കെ തുടങ്ങി വെച്ചു. അപ്പോൾ അവിടെ എനിക്ക് തന്നെ ഇതൊക്കെ നിയന്ത്രിക്കുക ഒന്നുമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നല്ലൊരു ഫോൺ വേണം, അത്യാവശ്യം. അന്നത്തെ വിലയെന്ന് പറയുമ്പോൾ ഒരു 15,000 രൂപയുടെ ഒരു ഫോൺ എനിക്ക് വേണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ദൈവത്തോട് ഒരു ദിവസം പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഇങ്ങനൊരു ഫോൺ വേണം, പക്ഷെ അത് നിന്റെ ഇഷ്ടം എങ്കിൽ മതി. കാരണം അതിലും വലുതാ ഫീസ് അടയ്ക്കണ്ടേ, അതിനുള്ള പൈസ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ അപ്പാ പിതാവേ എന്ന് വിളിച്ച് അവന് നന്ദി പറയും എപ്പോഴും. അപ്പോൾ അങ്ങനെ ഞാൻ അവനെ സ്തുതിക്കും, കുറേ നേരം വർഷിപ്പ് അറ്റൻഡ് ചെയ്ത് സ്തുതിക്കും എപ്പോഴും. എൻ്റെ ആവശ്യങ്ങളൊന്നും ഞാൻ കർത്താവിനോട് പറയാറില്ല. എങ്കിലും എൻ്റെ അപ്പനോട് ഞാൻ അന്ന് ഒരു നിമിഷം പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട്, നിൻ്റെ സമയത്തിന് നീ നൽകണേ. എനിക്കറിയാം എൻ്റെ അപ്പൻ അതിൻ്റെ സമയത്ത് എനിക്ക് നൽകണം. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു, ഫോണൊന്നും കിട്ടിയില്ല. കുറേ ദിവസം കഴിയുമ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ പറയണം, നീ ഒരു ഡോക്ടറല്ലേ, അല്ലെങ്കിൽ ഭാവിയിലെ ഡോക്ടറിൽ ഒരു നല്ല ഫോൺ നിനക്ക് വാങ്ങിച്ചൂടെ, പൊട്ടിപ്പൊളിഞ്ഞ ഫോണാണോ നീ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ, വാങ്ങുമ്പോൾ എനിക്കൊരു നല്ല ഫോൺ വാങ്ങണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. അന്ന് എനിക്ക് ഇച്ചിരി വിഷമമായി. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കർത്താവിനോട് പോയിട്ട് ഒരു ഫോൺ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, നിന്റെ ഇഷ്ടം പോലെ നിന്റെ സമയത്തിന് തരുമെന്നറിയാം. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. അന്ന് ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുക. അപ്പോൾ എൻ്റെ വീട്ടിൽ തൊട്ടടുത്തൊരു വലിയമ്മ ഇച്ചിരി ഒരു പൊതി കൊണ്ടുവച്ചു. അപ്പോൾ എനിക്കറിയാം വലിയമ്മ ഇങ്ങനെ ഇച്ചിരി പൈസയൊക്കെ ഒരു 1000 രൂപയൊക്കെ കൊണ്ട് ഇടയ്ക്ക് തന്നിട്ട് പറയും, എടാ വല്ലതും വാങ്ങിച്ച് കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ എന്തെങ്കിലും ഒരു 500-1000 രൂപ ആയിരിക്കും. ഞാൻ ഉറക്കത്തിൽ നിന്ന് പോലും എണീറ്റില്ല. അപ്പോൾ അമ്മ വന്ന് പറയുക, എടാ, ആ പൊതിയിൽ 15,000 രൂപ ഇരിക്കുകയാണ്. ഞാനൊന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ അന്ന് തന്നെ ഫോൺ എടുത്തു. ഇതെൻ്റെ ജീവിതത്തിൽ നടന്നൊരു അത്ഭുതമാണ്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നമുക്ക് ചോദിക്കുന്ന എന്തും കിട്ടും, ശരിയാണ്. പക്ഷേ നമുക്കാവശ്യമായിട്ടുള്ളത് എന്തുകൊണ്ട് ദൈവം എനിക്ക് ഐഫോണൊന്നും തന്നില്ല? 1,00,000 രൂപയുടെ ഫോൺ ഉണ്ടായിരുന്നു, 2,00,000 രൂപയുടെ ഫോൺ. എനിക്കതൊന്നും ഇപ്പോഴും ആഗ്രഹമില്ല. അതൊന്നും തരാതെ എനിക്ക് ആവശ്യമായിട്ടുള്ള ദൈവം തന്നു. എൻ്റെ ആവശ്യത്തിന് പോകാനുള്ള ദൈവം എനിക്ക് തന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് എന്തും തരുമെന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കേണ്ടുന്നതേ ചോദിക്കത്തുള്ളൂ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ. കാരണം നമ്മൾ അവിടുത്തെ ആഗ്രഹത്തിലേക്ക് ഇറങ്ങി ചെല്ലും എന്നതാണ് വാസ്തവം. അപ്പോൾ 3 കാര്യങ്ങൾ: 1, നമ്മൾ വളരെ ഫലം കായ്ക്കുന്നവരായി തീരും. 2, ദൈവഹിതം ചെയ്യുന്നവരായി തീരും. 3, നാം ചോദിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കും. പക്ഷെ നാം ചോദിക്കേണ്ടുന്നതേ ചോദിക്കത്തുള്ളൂ. നോക്കിയേ, ഒത്തിരി പാപബന്ധനങ്ങളിലോ അങ്ങനെ ആരെങ്കിലുമൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അവർക്കൊരു അടിപൊളി വചനം ഇവിടെ ഉണ്ട്. ആ വചനമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:5 ഇപ്രകാരം പറയുമ്പോൾ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കഴിക്കുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും അതാ കാരണം. നമ്മൾ ചെയ്യുന്ന ഒന്നും നടക്കാത്തതിനും അതാ കാരണം. നമ്മൾ ആരിലല്ല ചെയ്യുന്നത്, നമ്മൾ ആരിലല്ല, ക്രിസ്തുവിലല്ല എന്നതാണ് വാസ്തവം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 1, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നവരായി തീരും. 2, നിങ്ങൾ ദൈവഹിതം ചെയ്യുന്നവരായിട്ട് തീരും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിക്കും. 3 കാര്യം, നമ്മൾ ചോദിക്കുന്നതൊക്കെയും നമുക്ക് ലഭിക്കുന്നു. ചില സമയങ്ങളിൽ നമ്മൾ ചോദിക്കുന്നത് ചില സമയങ്ങളിൽ കിട്ടാറില്ല, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചില രോഗങ്ങൾ കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്നു. പക്ഷെ എല്ലാ രോഗങ്ങളും സുഖമാകുന്നില്ല. അത് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടി തന്നെ വരുന്നു, അല്ലേ? ചില കടഭാരങ്ങൾ പെട്ടെന്നങ്ങ് മാറിപ്പോകുന്നു, ചില ബുദ്ധിമുട്ടുകൾ പെട്ടെന്നങ്ങ് നീങ്ങിപ്പോകുന്നു. പക്ഷേ ചിലതൊന്നും മാറുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ദൈവം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടല്ലാതെ ഒന്നും വരികയില്ല. നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴണം എങ്കിൽ കർത്താവ്
കർത്താവ് അനുവദിക്കാതെ അത് സംഭവിക്കത്തില്ലെന്നാണ് വചനം പറയുന്നത്. നോക്കിയേ, യോബിന്റെ ജീവിതത്തിലേക്ക് പിശാചിനൊന്ന് പ്രവേശിക്കണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണമായിരുന്നു? ദൈവത്തിന്റെ പെർമിഷൻ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ വളരെ പ്രാർത്ഥിച്ചിട്ടും ചിലതൊക്കെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഒത്തിരി ദുഃഖിക്കാറുണ്ടല്ലേ. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും 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 നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന്. അതായത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ബുദ്ധിമുട്ടേറിയ വിഷമങ്ങൾ, മാനസിക വേദന, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള എല്ലാ സ്റ്റേജസും കർത്താവാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചതെങ്കിൽ, ആ സഹനങ്ങൾ കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതെങ്കിൽ, കുറച്ച് നാൾ കഴിയുമ്പോൾ വളരെ നന്ദിയോടെ, ആ സന്തോഷത്തോടെ, ആ മധുരത്തിൽ നമ്മൾ കർത്താവിന് നന്ദി പറയും അവൻ്റെ അത്ഭുതങ്ങളെ ഓർത്ത്. നോക്കിയേ, യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമ്മൾ നോക്കുമ്പോൾ യേശു ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വഴിയിലൂടെ നടന്നു പോകേണ്ടി വരികയാണ്. അതായത് യഹൂദിയിൽ നിന്ന് ഗലീലയിലേക്ക് നടന്നു പോകേണ്ടുന്ന, യഹൂദിയിൽ നിന്ന് ഗലീലയിലേക്ക് യേശുവിനും ശിഷ്യന്മാർക്കും പോകേണ്ടി വരുന്നു. അതിന് അവർ തിരഞ്ഞെടുക്കുന്ന പാത്വേ, വഴി എന്ന് പറയുന്നത് ശമരിയാണ്. പക്ഷേ ഒരു യഹൂദനും ഈ ശമരിയ വഴി ഗലീലയ്ക്ക് പോകാറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, മതപരമായിട്ട് ഈ ശമര്യക്കാരോട് ഈ യഹൂദന്മാർക്ക് ചില എതിർപ്പുകളുണ്ട്. അതുകൊണ്ട് ആരും ശമര്യ വഴി പോകത്തില്ല. പക്ഷെ ഗലീലയ്ക്കുള്ള ഷോർട്ട് കട്ട്, വളരെ ചെറിയ ദീർഘം കുറഞ്ഞ വഴി എന്ന് പറയുന്നത് ഈ ശമര്യ വഴിയാണ്. പക്ഷെ അതുവഴി പോകാതെ യഹൂദന്മാർ വളരെ ചുറ്റിക്കറങ്ങി അവരെന്ത് ചെയ്യുന്നറിയോ? ജോർദാൻ കടന്നൊക്കെയാണ് പോകുന്നത്. പക്ഷെ യേശു യഹൂദനായിരുന്നു. യേശു ഇവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ ശമര്യ വഴി പോകുന്നു, അല്ലേ? ഒരിക്കലും ഒരു യഹൂദനും അതുവഴി നടന്നു പോകില്ല. പക്ഷെ യേശു അതുവഴി പോകുകയാണ്. എന്തിനെന്നറിയാവോ? ഒരു ശമരിയാക്കാരി സ്ത്രീ അവിടെ ദൈവത്തെ വാഞ്ചിക്കുന്നവൾ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കാത്ത വഴികളിലൂടെ നാം നടക്കേണ്ടി വരും. അത് നമ്മുടെ നല്ലതിനും അതുപോലെ മറ്റാരുടെയൊക്കെയോ നല്ലതിനു വേണ്ടിയാണെന്ന് മാത്രം ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. അവസാനം, എങ്ങനെയാണ് യേശുവിൽ വസിക്കുന്നത്? നമ്മൾ ചിന്തിച്ചു, എന്തൊക്കെയാണ് യേശുവിൽ വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്? അവസാനമായിട്ട് എങ്ങനെയാണ് യേശുവിൽ വസിക്കുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:10 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ നമ്മൾ അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നമുക്ക് അവനിൽ വസിക്കാം, അവൻ്റെ സ്നേഹത്തിൽ വസിക്കാം. നോക്കിയേ, നമുക്ക് എന്തൊക്കെ വസിച്ചാൽ നമുക്ക് കിട്ടും എന്ന് നമുക്കറിയാം. ഇനി എങ്ങനെയാണ് നമ്മൾ യേശുവിൽ വസിക്കുന്നത്? നാം അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം എന്ന് തൊട്ടടുത്ത വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. അവൻ്റെ കൽപ്പനകളുടെ ഒരു ആകെ ചുരുക്കം അവിടെ പറയുന്നുണ്ട്: സ്നേഹം, സ്നേഹം, സ്നേഹം. അപ്പോൾ അവിടെ സ്നേഹിക്കണം എന്നതാണ് എൻ്റെ കൽപ്പന എന്ന് പറയുന്നത്. യേശുവിൻ്റെ എല്ലാ കൽപ്പനകളും ഇങ്ങനെ നമ്മൾ വച്ചിട്ട് ഒന്ന് കൂട്ടി നോക്കിയിട്ട് ഒരു സമം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും സ്നേഹം എന്ന്. സഹോദരങ്ങളെ, നിങ്ങൾ സ്നേഹിക്കാറുണ്ട്? എത്ര പേര് സ്നേഹിക്കാറുണ്ട്? സുഹൃത്തുക്കളെ, ഇവിടെ സ്നേഹിക്കാത്ത ആരുമില്ല, അല്ലേ? എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5:44-45 പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അത് ചെയ്യുവാനായിട്ട് പറ്റുമോ? ഇല്ല. എല്ലായിടവും ശത്രുതയാണ്. മനസ്സിൻ്റെ മനസ്സിൽ വൈരാഗ്യമാണ്, അല്ലേ? പുറമേ ഇയ്യോബാണ്. ഇയ്യോബ് എന്ന് പറഞ്ഞാൽ നീതിമാൻ. പുറമേ നമ്മളെല്ലാവരും ഇയ്യോബ. പക്ഷെ അകമേ ആരാ? ബറബാസ്, അല്ലേ? കവർച്ചയും കള്ളവും, അല്ലേ? ഇങ്ങനെ എല്ലാം നിറഞ്ഞവർ മാത്രമാണ്. പുറമെ അഭിനയമാണ് സ്നേഹം, പക്ഷെ അകമേ സ്നേഹമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കർത്താവ് പറയുന്ന ഈ സ്നേഹമല്ല, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണമെന്ന്. ഒരാളുടെ ശത്രുവായിട്ട് പോലും നമുക്ക് ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടായി കാണാൻ പറ്റില്ല. ഇനി മറ്റൊരാൾ നമ്മളെ ശത്രുവായിട്ട് കാണുകയാണെങ്കിൽ അവനെ സ്നേഹിക്കണം. ഓക്കെ, അപ്പോൾ നിന്റെ ശത്രുവിനെ സ്നേഹിക്കാം. പറ്റുമോ? അത് നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ എങ്ങനെയും ഒരു പോണ വഴിക്ക് ഇടുത്തിയൊക്കെ അങ്ങ് വീഴട്ടെ, അല്ലെങ്കിൽ എന്നെ ഇപ്പം അടിച്ചവനെ എൻ്റെ ദൈവം നിൻ്റെ അടുത്ത് ചോദിക്കണം. നല്ല ദൈവം, നമ്മൾ അടിക്കുന്നവരെയൊക്കെ തിരിച്ചടിക്കുന്ന നല്ല ദൈവം. ആ ദൈവം നമ്മൾ തന്നെ, നമ്മൾ ആഗ്രഹങ്ങൾക്ക് ഒത്ത് ചലിക്കുന്ന, ഒത്ത് ചാടുന്ന ഒരു പാവ,
ആ പാപദൈവം നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ വിഗ്രഹം, ഞാൻ എന്ന വിഗ്രഹം, അഹന്ത നിറഞ്ഞ ഞാൻ എന്ന വിഗ്രഹം, ആ ദൈവം ആരെങ്കിലും അടിച്ചാൽ ദാ പോയി തിരിച്ചടിക്കുന്നു അല്ലേ, സഭകളിലൊക്കെ അല്ലെങ്കിൽ എല്ലായിടത്തും ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത ജീവിതം, അത്രയേ ഉള്ളൂ. അപ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ ശത്രുവിനെ സ്നേഹിക്കണം. അതുപോലെ മറ്റൊരു അടിപൊളി കൽപ്പനയുണ്ട്, അതായത് ക്ഷമിക്കണമെന്ന്. മത്തായി എഴുതിയ സുവിശേഷം 5:23-24 വായിക്കുമ്പോൾ ഇപ്രകാരം കാണാനായിട്ട് കഴിയും. എന്തെങ്കിലും ഒരു വ്യക്തിയുടെ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ദൈവാലയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ പ്രശ്നമൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് വേണം കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ യാചിക്കാനെന്ന്. ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ? അതിന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം അടുത്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന പോലും ഇല്ലല്ലോ. കുഷ്ഠം, നമ്മളെല്ലാം കുഷ്ഠം ബാധിച്ചവരായിപ്പോയല്ലോ. പാപമാണെന്ന് പോലും തിരിച്ചറിയാതെ എങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുക പാപത്തിൽ. കർത്താവ് പറഞ്ഞു, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, ക്ഷമിക്കണമെന്ന്. ഇങ്ങനെ ഒത്തിരി കൽപ്പനകളുണ്ട്. ഈ കൽപ്പനകൾ പ്രമാണിച്ചാലേ നമുക്ക് അവനിൽ വസിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം മാനുഷികമായിട്ട് ഈ കൽപ്പനകൾ പ്രമാണിക്കുവാനുള്ള ശരിക്കും പറഞ്ഞ ഒരു ഹോർമോൺ നമ്മുടെ ഉള്ളിലില്ല. അതാണ് വാസ്തവം. നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കും, നമുക്ക് വേണമെന്നുള്ളവരെ നമ്മൾ സ്നേഹിക്കും. പക്ഷെ അതിന് പുറമെ മറ്റൊരാളെ സ്നേഹിക്കുവാനായിട്ടുള്ള കഴിവ് നമുക്കില്ല. അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുന്നിൽ പോകുമ്പോൾ അവൻ നമ്മളെ തൂക്കി നോക്കുന്ന അളവ് കോലെന്ന് പറയുന്നത് നാം ഈ ലോകത്ത് ചെയ്ത നന്മകളോ ഒന്നുമല്ല. അവൻ തൂക്കി നോക്കുന്ന അളവ് കോലെന്ന് പറഞ്ഞാൽ ആ അളവ് കോലിൻ്റെ അപ്പുറത്തെ വശത്ത് കാണപ്പെടുന്ന ഒരു വ്യക്തി യേശുവാണ്. യേശുവിനെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരെയും കമ്പയർ ചെയ്യുന്നത്. യേശുവിനെ പോലെ അല്ലാത്ത എല്ലാം പാപം, യേശുവിനെ പോലെ അല്ലാത്ത എല്ലാം ദൈവത്തിന്റെ മുമ്പാകെ പാപം. അതുകൊണ്ടാണ് നമുക്കിതിനൊന്നും കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പിതാവായ ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് ലോകരക്ഷിതാവായിട്ട് തൻ്റെ പുത്രനെ അയക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു പകരക്കാരനായിട്ട് നാം നരകത്തിൽ അനുഭവിക്കേണ്ടുന്ന സകല വേദനയും അവൻ ആ ക്രൂശിൽ അനുഭവിക്കുകയാണ്. നാം നരകത്തിൽ അനുഭവിക്കേണ്ടുന്ന സകല വേദനയും ഓരോ വ്യക്തിയും, വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും നരകത്തിൽ, ധനവാൻ അല്ലെ, ലാസറിന്റെയും ധനവാന്റെയും കഥയിൽ ധനവാൻ ആ നരകത്തിൽ കിടന്ന് നിലവിളിക്കുക, കർത്താവേ ഒരു തുള്ളി വെള്ളം എനിക്കൊന്ന് താ, അല്ലെങ്കിൽ എന്താ ഇനി ഞാനേ രക്ഷപ്പെട്ടില്ല, എങ്ങനെയും ഈ യാതനയിൽ നിന്ന് എൻ്റെ സഹോദരങ്ങളെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ, ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞു വിട്ടൊന്ന് പറ, ഇത് നരകം, ഈ നരക തീയാണ്, ഇതിൽ നമുക്ക് വെന്ത് ഉലയുകയാണെന്ന്, അവരെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അതുപോലെ നാം എല്ലാവരും നിലവിളിക്കേണ്ടുന്നവരായിരുന്നു. കാരണം നാം ആരും യേശുവിനെ പോലെ അല്ല. പക്ഷേ അതുകൊണ്ടാണ് പിതാവായ ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ച് നാം അനുഭവിക്കേണ്ടുന്ന സകല വേദനയും അവന്റെ ശരീരത്തിൽ, അവന്റെ ആത്മാവിൽ അവൻ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്ന ഏവനും ആരിൽ? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ ഉണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, ശരി, നിത്യജീവൻ കിട്ടി, പക്ഷേ ഞാൻ വീണ്ടും ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനെന്താ ഒരു സൊല്യൂഷൻ? അല്ലേ, നമ്മൾ ഡെയിലി ആഴ്ചയ്ക്ക് പാപങ്ങൾ വന്ന് ഏറ്റുപറയുന്നു, സെയിം പാപങ്ങൾ ചെയ്യുന്നു, ഒരു മാറ്റവും ഇല്ല. അതെന്തുവാ? അവിടെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് പുതിയ ജനനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ 1 മുതൽ നാം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാം, നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ ഉള്ള വേദഭാഗം വീട്ടിൽ ചെന്ന് ഒന്ന് വായിച്ചു. അവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന്. രണ്ടാമത് പറയുന്നുണ്ട്, നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന്. സഹോദരങ്ങളെ, എന്താണ് ഈ വെള്ളത്താലുള്ള ജനനം? അത് യെഹെസ്കേൽ പ്രവചനം 36:25-26 ഭവനങ്ങളിൽ ചെന്ന് വായിച്ചു നോക്കുക. അവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ മേൽ നിർമ്മല ജലം തളിക്കും, ഞാൻ നിന്നെ നിർമ്മലീകരിക്കും, ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു ഹൃദയം തരും, ഞാൻ നിന്റെ ഉള്ളിലൊരു പുതിയ ആത്മാവിനെ ആക്കും. എന്താണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറയുന്ന ആ വെള്ളം? കർത്താവിൻ്റെ കഴുകലാണ്. വിശ്വസിക്കുമ്പോൾ, കർത്താവേ, എന്നിൽ നിന്ന് പാപമല്ലാതെ മറ്റൊന്നും വരുന്നില്ല, ദൈവമേ, എനിക്ക് രക്ഷ അത് നിന്നിലൂടെ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നിന്റെ ക്രൂശിലൂടെ അല്ലാതെ എനിക്ക് മറ്റൊരു രക്ഷയില്ല
എന്ന് നാം നിലവിളിക്കുമ്പോൾ, കർത്താവേ, നീ ആ ക്രൂശിൽ കാൽവരിയിൽ അത്രയും വേദന അനുഭവിച്ച് എനിക്ക് വേണ്ടി മരണപ്പെട്ടത് അത് എനിക്ക് വേണ്ടിയും കൂടെ ആയിരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ആ നിമിഷം നമ്മിൽ സംഭവിക്കുന്ന ഒന്നാണ് കഴുകൽ. കർത്താവ് നമ്മുടെ പഴയ മനുഷ്യനെ കഴുകിക്കളയുകയാണ്. നമ്മുടെ പഴയ മനുഷ്യൻ അവിടെ മരിക്കുകയാണ്. ഒരു പുതിയ മനുഷ്യൻ നമ്മൾ ഉളവാകുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് വചനം പറയുന്നു. രണ്ടാമത് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവ്. അതെ, നമ്മുടെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവ് അയക്കും. നമ്മുടെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോഴോ നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്ന പ്രകാരമുള്ള ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്ന് പറയുന്നുണ്ട്. ഏതാത്മാവിനെ? പരിശുദ്ധാത്മാവിനെ. നമ്മുടെ ഉള്ളത്തിലേക്ക് ആത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയും. ഇതാണ് പുതിയ ജനനം എന്ന് പറയുന്നത്. ഈ പുതുതായ ജനനം സംഭവിക്കുന്നത് എപ്പോൾ? നാം നിലവിളിക്കുമ്പോൾ, കർത്താവേ, പാപമല്ലാതെ ഒന്നും 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 എന്നിൽ നിന്ന് പുറപ്പെടുന്നില്ല എന്ന് നാം അറിയുമ്പോൾ ഈ പുതിയ ജനനം എന്നിൽ സംഭവിക്കും. അവസാനം ഒറ്റ കാര്യം, പുതിയ ജനനം എന്നിൽ സംഭവിക്കുമ്പോൾ ഒരു വിശ്വാസം കൂടെ എന്നിൽ വരും. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം എന്നിൽ വരുമ്പോൾ, ഇപ്പൊ എന്നെ ഒരാള് ഒരു ചെകിടത്ത് അടിച്ചു എന്നിരിക്കട്ടെ, നോർമലി എനിക്ക് എൻ്റെ ഉള്ളത്തിലെ ചിന്ത അവനിട്ട് രണ്ടെണ്ണം എങ്ങനെയും പൊട്ടിക്കണം, അല്ലെങ്കിൽ പോണ വഴിക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു പോട്ടെ, ഇങ്ങനെ എനിക്ക് നോർമലി എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ എന്നെ ഒരു ചെകിടത്ത് അടിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ യേശു ഉണ്ടെങ്കിൽ, ഞാൻ മരിച്ചു, ക്രിസ്തു ആണ് എന്നിൽ ജീവിക്കുന്നത് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ മരിച്ചു, ഇനി അവനെ അടിച്ച എന്താ വേദന? കാൽവരി ക്രൂശില് മരിച്ച യേശുവിനെ കുന്തം കൊണ്ട് കുത്തി യേശുവിന് വേദനിച്ചോ? ഇല്ല. അതുപോലെ മരിച്ചവരെ കുത്തിയാൽ, മരിച്ചവനെ അടിച്ചാൽ ആർക്കാ വേദനിക്കാം? ഇല്ല. ഇതേ ഒരു ചിന്ത നമ്മിലേക്ക് വരും. ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കണം. അപ്പോൾ ആ വിശ്വാസത്താൽ നമുക്ക് പാപങ്ങളെ ജയിക്കുവാനായിട്ട് കഴിയും. ആ വിശ്വാസത്താൽ ഒരു പ്രലോഭനം നമ്മുടെ മുന്നിൽ വരുമ്പോൾ, ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒരാളിനോട് വാക്ക് തർക്കത്തിന് പോയ, ക്രിസ്തുവാ, യേശുവാനെ, യേശു എന്ത് ചെയ്യും? യേശു എന്ത് ചെയ്തു? ആ ക്രൂശിൽ കിടക്കുമ്പോൾ എന്താ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതേ രീതിയിൽ നാം പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിക്കണം. ഒരു കഥ കൂടെ പറഞ്ഞിട്ട് ഈ മെസ്സേജ് അവസാനിപ്പിക്കാം. ഇത് ഉണ്ടോ ഇല്ലേന്നൊന്നും അറിഞ്ഞൂടാ, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു കഥയാണ്, കാണത്തില്ലായിരിക്കും. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു 3-4 സഹോദരിമാരുണ്ടായിരുന്നു, കെട്ടിക്കാൻ പ്രായമായ. അപ്പം ഈ വ്യക്തിയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. വലിയ ജോലിയൊന്നുമല്ല, കഷ്ടപ്പെട്ട ഈ അനിയത്തിമാരെയും അമ്മയും ഒക്കെ നോക്കുന്നത്. വിവാഹപ്രായമായ പെങ്ങന്മാർ. അപ്പോൾ ഇയാൾക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിടാം എന്നൊരു സ്റ്റേജായി. അതായത് ഇവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ കുറേ നാളെ വാടക കൊടുത്തിട്ട് ഇവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നൊരു സ്റ്റേജായപ്പോൾ അങ്ങനെ നിൽക്കും. 2-3 ദിവസമുണ്ട്. അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹം ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ പെട്ടെന്നൊരു വ്യക്തി ഒരു ലോട്ടറി ടിക്കറ്റുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അയാളെടുത്ത ലോട്ടറിയാ, അത് ഇയാൾക്ക് അങ്ങ് കൊടുത്തു. ഇത് താങ്കൾ വെച്ച് ആരും എന്തൊന്നും അറിയത്തില്ല, ഇത് ഒരു കാര്യത്തിലേക്ക് വരാൻ വേണ്ടി പറയുന്നത് മാത്രമാണ് കേട്ടോ. ലോട്ടറി അങ്ങ് കൊടുത്തു. അയാൾ ആ ലോട്ടറി മേടിച്ചില്ല. അയാൾ പോയി. പിറ്റേ ദിവസം 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഓണർ ഇറക്കി വിടുമെന്ന പേടിയിൽ ഈ വ്യക്തിയും ഈ 4 പെങ്ങന്മാരല്ലേ ഞാൻ പറഞ്ഞു. അപ്പം 4 പെങ്ങന്മാരും അമ്മയും വിഷം കഴിച്ച് മരിച്ചു. രണ്ടാമത് ഒരു കാര്യം കൂടെ സംഭവിച്ചു. അയാൾ ഇന്നലെ നിരസിച്ച ആ ലോട്ടറി ടിക്കറ്റിന് 25 കോടി രൂപ ലഭിച്ചു. ചില അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോഴുള്ള കാര്യം, ഇതേ റിഗ്രറ്റ് നരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും. യേശുവിനെ നാം സ്വീകരിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള, ടെററിഫിക് ആയിട്ടുള്ള ഏറ്റവും ഒരു അവസ്ഥയെന്ന് പറയുന്നത് യേശുവിനെ ലഭിച്ചിട്ട് സ്വീകരിക്കാത്തതാണ്. അല്ലയോ യുവാക്കളെ, യുവതികളെ, എല്ലാവരും പുതുതായി ജനിക്കുവിൻ. പുതുതായി ജനിക്കുമ്പോൾ കർത്താവിൻ്റെ കഴുകൽ നമ്മിലേക്ക് വരും. 2,
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വരും. ആത്മാവിൻ്റെ ശബ്ദം അനുസരിച്ച് നടക്കാൻ പറ്റും. 3, നാം മരിച്ചു, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന വിശ്വാസം വരും. അങ്ങനെ നമുക്ക് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ പറ്റും. അങ്ങനെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നാം അവനിൽ വസിക്കുന്നവരായിട്ട് മാറും. നാം അവനിൽ വസിക്കുന്നവരായി മാറുമ്പോൾ നാം ചോദിക്കുന്നത് എന്തും നമുക്ക് ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. നാം ദൈവഹിതം ചെയ്യുന്നവരായിട്ട് മാറും. 3, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറും. എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം.